നിറഞ്ഞവരെ, ഗാനങ്ങളോട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കുകയും കർത്താവ് ദൈവാരാധന നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനങ്ങളും ഫലങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ സ്വർഗീയ സംഗീതം എന്ന മഹനീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുക, നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമായിലെ സഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ കുറവുകളിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് നമ്മെ ശക്തിപ്പെടുത്തുമെന്നാണ് വചനം പറയുക. നമ്മുടെ ഉള്ളിൽ വരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവിനെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതേ അധ്യായത്തിൽ തന്നെ വീണ്ടും ദൈവത്തിന്റെ വചനം പറയുക, ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ജഡത്തിന്റെ പ്രവണതകളെ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവ് അത് നമ്മെ സഹായിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവോട് ചേർന്ന് നമ്മുടെ ജഡത്തിന്റെ പ്രലോഭനങ്ങളെയും ആഗ്രഹങ്ങളെയും മറികടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത വചനം പറയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവിനെ, ഈശോ തരുന്ന, യേശുനാമത്തിൽ ഐക്യപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവിലൂടെ ജഡത്തിന്റെ പ്രവണതകളെ മറികടക്കുമ്പോ വചനം പറയുക, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കളായിട്ട് മാറും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനായിട്ട് ആഗ്രഹിച്ച് സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദാഹത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഗാനത്തിന്റെ വരികള്, അണയുക പരിശുദ്ധാത്മാവേ, നിറയുക നിത്യസഹായകനെ. ഈ ഗാനത്തോട് ചേർന്ന് പാടുമ്പോൾ ഓർക്കണേ, ഇത് നമ്മുടെ പ്രാർത്ഥനയാണ്, നമുക്കുണ്ടായിരിക്കേണ്ട പ്രാർത്ഥനയാണ്. ഈശോയെ, ഇന്നിൻ്റെ എൻ്റെ എല്ലാ ബലഹീനതകളെയും ജഡിക പ്രവണതകളെയും അതിജീവിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണേ. ഈ പ്രാർത്ഥനയോട് ചേർന്ന്, ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കണം. അണയുക പരിശുദ്ധാത്മാവേ, നിറയുക നിത്യ സഹായകനെ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ ജീവിതത്തോടെ ചേർന്ന് പാടി. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ ദൈവീക വ്യക്തിയാക്കി മാറ്റണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിഗ്രഹത്തോടെ പാടിക്കേ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവേ, വചനാപൂർവം ചേർന്ന് പാടി. പരിശുദ്ധാത്മാവേ, സ്വർഗ്ഗത്തിന്റെ ശക്തിയെ സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ.
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെ മേൽ സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. ജീവിതത്തിലെ വേദനകളുടെ മേൽ സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. എല്ലാ സങ്കടങ്ങളുടെയും ആകുലതകളുടെയും മേൽ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ വീണുപോയ ഏതെങ്കിലും മേഖലകളുണ്ടോ? ആവർത്തിച്ച് വീണുപോകുന്ന ചില പാപത്തിന്റെ സ്വാധീനങ്ങളുണ്ടോ? ജഡത്തിന്റെ പ്രവണതകളുണ്ടോ? ചിലപ്പോൾ നിന്റെ തന്നെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരാരെങ്കിലും നിനക്ക് വേദനയായിട്ട് മാറിയിട്ടുണ്ടോ? ആ വേദന ഒരു പക്ഷെ നിന്റെ ഉള്ളിൽ വെറുപ്പായിട്ട് മാറിയിട്ടുണ്ടോ? ഒരു പക്ഷെ ശാപത്തിന്റെ വാക്കുകളായിട്ട് നിന്റെ വാക്കുകൾ മാറിപ്പോയിട്ടുണ്ടോ? എല്ലാം ആവർത്തിച്ചുള്ള വേദനകള്, ദുഃഖങ്ങള്, അതെല്ലാം നിന്റെ ജീവിതത്തെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഇതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നുകൂടെ ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കുവാണ്. പരിശുദ്ധാത്മാവേ എന്നിലേക്ക് പറന്നിറങ്ങണം. അങ്ങനെ എന്നെ യേശുവിന് സാക്ഷികളാക്കി മാറ്റണം. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ആഗ്രഹത്തോടെ ദാഹത്തോടെ ഗായകോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. ആഗ്രഹത്തോടെ പാടി. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. ദാഹത്തോടെ പ്രാർത്ഥിച്ചേ, ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. എൻ്റെ കുടുംബത്തിന്റെ മേൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മ ശക്തി കടന്നു വരണം. ആഗ്രഹിച്ച് ഈ ആഗ്രഹത്തോടെ മനസ്സിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മ വരണേ എന്ന ദാഹത്തോടെ നമുക്ക് ആയിരിക്കണം. ദൈവത്തിന്റെ വചനം വീണ്ടും നമ്മോട് സംസാരിക്കുക. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിലൂടെ അവിടെ ഒരു അസ്ഥിയുടെ ഉണങ്ങി വരേണ്ട ഒരു അസ്ഥി കുമ്പാരത്തിനടുത്തേക്ക് ഇതാ പ്രവാചകനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുക, ദൈവം ചോദിക്കുക, ഈ അസ്ഥികൾക്ക് ജീവൻ ഉണ്ടാകുക സാധ്യമാണോ? പ്രവാചകൻ പറയുന്ന മറുപടി അങ്ങേക്ക് അറിയാമല്ലോ എന്നാണ്. കാരണം പ്രവാചകൻ അറിയാം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ച് തന്റെ സ്വന്തം ബുദ്ധി ചിന്തിച്ച ഈ അസ്ഥികൂമ്പാരത്തിന് ഇനി ജീവൻ ഉണ്ടാകുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷെ അതും ദൈവത്തിന് സാധ്യമാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഉണങ്ങി വരേണ്ട സാധ്യതകളെയും സാഹചര്യങ്ങളെയും കർത്താവിലേക്ക് എടുത്തു വെച്ചിട്ട് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും മനുഷ്യന്റെ ബുദ്ധിക്കും കഴിവിനും ഇതിനെ പച്ചപ്പുള്ളതാക്കി മാറ്റാൻ ഇനി യാതൊരു സാധ്യതയുമില്ല എന്ന സാഹചര്യത്തിലും ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇതാ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുവാണ്. എസെക്കിയേൽ പ്രവാചകനോട് അവിടുന്ന് അരുളി ചെയ്തു, മനുഷ്യപുത്ര ജീവശാസ്ത്രത്തോട് പ്രവചിക്കുക, മനുഷ്യപുത്ര ജീവശാസ്ത്രത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ നീ 4 വായ്ക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേ വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവർ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു, വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോ, ജീവശ്വാസം കടന്നു വന്നപ്പോ, ദൈവത്തിന്റെ ശക്തി ആ അസ്ഥികുമ്പാരങ്ങളുടെ മേൽ കടന്നു വന്നപ്പോ അതിൽ പച്ചപ്പുണ്ടായി, അതിൽ മാംസം ഉണ്ടായി, അതില് ചർമ്മം വന്നു നിറഞ്ഞു, ഞാൻ തൊലി ആവരണം ചെയ്തു, അതിൻ്റെ മേൽ ജീവൻ കടന്നു വന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു ഉപമ, ഈ ഒരു സംഭവം, ഈ ഒരു ദർശനം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ദൈവത്തിന്റെ വചനം പറയാണ്, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. തങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു,
എൻ്റെ ജനമേ, ഞാൻ കല്ലറക തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ ഞാൻ തിരികെ കൊണ്ടുവരും. കരമുയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണങ്ങി വരേണ്ട അവസ്ഥയിലും കല്ലറ തുറന്ന് നമുക്ക് പുതുജീവൻ നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലെ ഇന്ന് ഉണങ്ങി വരണ്ടിരിക്കുന്ന സാഹചര്യമേ കടന്നു വരാൻ ആഗ്രഹിച്ച് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ചലനം പോയ ജീവിതമെന്ന് ചലിച്ചിടാനായി ചൈതന്യം തരണേ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വയ്ക്കാം, കണ്ണുകളൊന്നും അടയ്ക്കാം. നിന്റെ ജീവിതത്തിലെ ചലനം നഷ്ടപ്പെട്ട, നിന്റെ ജീവിതത്തിലെ ജീവൻ നഷ്ടപ്പെട്ട, നിന്റെ ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ദൈവത്തോട് പറയേ, പരിശുദ്ധാത്മാവ് എൻ്റെ ഈ ജീവിതത്തിലേക്ക് കടന്നു വരണം. ചലനം ഉണ്ടാവണം, ജീവൻ ഉണ്ടാകണം. ചെന്ന് പാടി ചലനം പോയൊരു ജീവിതമിന്ന് ചലിച്ചിടാനായി ചൈതന്യം തരണേ. പിതാവേ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ചലനം പോയൊരു ജീവിതമിന്ന് ചലിച്ചിടാനായി ചൈതന്യം ശക്തമായി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ സ്വാധീനങ്ങൾ മാറിപ്പോകട്ടെ. പാപപങ്കിലമാകും ലോകി പിടിച്ചു ശുദ്ധി മാറി ആത്മാവിൽ നവജീവിതമേകണമേ. ഈ ശക്തിയാ നിറയട്ടെ. വിശുദ്ധാത്മശക്തിയെ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേകമായി പരിശുദ്ധാത്മാവേ വരണം. നിറഞ്ഞു സാക്ഷികളാക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ആഗ്രഹത്തോടെ പാടിക്കേ. പറന്നിറങ്ങണമേ. ശക്തിക്കായി ദാഹിച്ച് സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. അപ്പസ്തോലന്മാരും നിറഞ്ഞ പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ശക്തിയെ, സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി കടന്നു വരട്ടെ, വലിയ അഭിഷേകം കടന്നു വരട്ടെ, ദൈവിക ചൈതന്യം കടന്നു വരട്ടെ. ഈശോയെ, 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 യേശുവേ, 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 ഈശോയെ, 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 യേശുവേ, യേശുവേ, ഈശോയെ, 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 ഈശോയെ. വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. യേശു പറയുവാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നെ അനുസരിച്ച് ഞാൻ കാണിച്ചിരുന്ന വഴിയിലൂടെ വരുന്ന വ്യക്തിക്ക് സ്വർഗപിതാവിന്റെ അടുത്ത് എത്താൻ സാധിക്കും. കരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ, ആനന്ദത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ ഈശോയുടെ നാവീന്ന് തന്നെ ഈ ഈശോയാകുന്ന വഴിയെക്കുറിച്ച് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത അപ്പസ്തോലന്മാർക്ക് പോലും, ഈശോയുടെ കൂടാവുന്ന ശിഷ്യന്മാർക്ക് പോലും യഥാർത്ഥത്തിൽ ഈ വഴി മനസ്സിലാക്കാൻ, ഈശോയെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യം. അപ്പൊ അവിടെ ഈശോ പറയുവാണ്, കുഴപ്പമില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ എന്നെ മനസ്സിലാക്കാൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, എന്നിലൂടെയുള്ള സ്വർഗത്തിന്റെ വഴി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്
എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈശോ പറയാ, പരിശുദ്ധാത്മാവ് ഒന്ന് പഠിപ്പിക്കും. ഞാനാകുന്ന വഴിയെ, ഞാൻ പറയുന്ന കാര്യത്തെ പരിശുദ്ധാത്മ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 16-ാം അധ്യായം 8-ാം വാക്യം വചനം പറയാണ്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ച് മനസ്സിലാക്കും, ന്യായവിധിയെക്കുറിച്ച് മനസ്സിലാക്കും. അങ്ങനെ ഈശോ പറഞ്ഞു തന്ന സ്വർഗത്തെ, ഈശോ കാണിച്ചു തന്ന വഴിയെ അത് മനസ്സിലാക്കി ആ വഴി പോയി സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവിലൂടെയുള്ള ഈ സ്വർഗത്തിന്റെ വഴി മനസ്സിലാക്കാനുള്ള വലിയ അനുഗ്രഹത്തെ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഗാനത്തോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ഗാനത്തിന്റെ വരി പറയാണ്, കരളിൽ കിളിർത്ത പാഴ്ചെടികളെല്ലാം എരിഞ്ഞിടാനായി തികത്തിക്കണേ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളായിട്ട്, മോഹങ്ങളായിട്ട്, തഴക്കദോഷങ്ങളായിട്ട് വന്നു പോയിട്ടുള്ള എല്ലാ പാഴ്ചെടികളെയും, എല്ലാ അശുദ്ധിയെയും പരിശുദ്ധാത്മാവാകുന്ന തീ വിശുദ്ധീകരിക്കട്ടെ. എന്നിട്ടോ വീണ്ടും വചനം പറയാ, യേശുവാകും ഏക വഴിയെ സ്വർഗം ചേർന്നിടാൻ പരിശുദ്ധാത്മാവ് നമ്മെ പരിശീലിപ്പിക്കട്ടെ, പഠിപ്പിക്കട്ടെ. ഈ ഒരു ദാഹത്തോടെ, ആഗ്രഹത്തോടെ കനത്തിന്റെ വരിയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കരളിൽ കിളിർത്ത പാഴ്ചെടിയെല്ലാം എരിഞ്ഞിടാനായി തീ കത്തി ദാഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. അശുദ്ധി മാറിപ്പോകട്ടെ. കരളിൽ കിളിർത്ത പാഴ്ചെടിയെല്ലാം എരിഞ്ഞിടാനായി തീ കത്തി ശുദ്ധാത്മാവേ, യേശുവാകുന്ന വഴിയെ മനസ്സിലാക്കാനൊക്കെ ചോദിച്ച്, യേശുവാകും ഏക വഴിയെ സ്വർഗം ചേർന്നിടാതിരേ താണു വഴിയെന്നോദണമേ. ശുദ്ധാത്മാവായ ദൈവമേ, ശുദ്ധാത്മാവേ, നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണ ദൈവത്തിന്റെ ആത്മാവേ. യേശുവാകും ഏക വഴിയെ സ്വർഗം ചേർന്നിടാജ്ഞാനമേ താണു വഴിയെന്നോദണമേ. ഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. പാടി പ്രാർത്ഥിച്ചേ. സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. എല്ലാ അശുദ്ധിയിലേക്കും സ്വർഗത്തിന്റെ ശക്തി വരട്ടെ, ശുദ്ധീകരണം ഉണ്ടാകട്ടെ. സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ആഗ്രഹത്തോടെ വിശുദ്ധനെ ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ വിളിക്കട്ടെ. യേശുനാമം പറഞ്ഞു സ്തുതിക്കട്ടെ. യേശുനാമത്തിൽ സ്വർഗ്ഗം അയക്കുന്ന വലിയ സ്വർഗത്തിന്റെ അഭിഷേകം കടന്നു വരട്ടെ, സ്വർഗീയ ശക്തി കടന്നു വരട്ടെ. ഈശോയേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ശക്തിയെ, സ്വർഗത്തിന്റെ ശക്തിയെ ഞങ്ങളുടെ അശുദ്ധിയിലേക്ക്, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക്, ഞങ്ങളുടെ ചലനമറ്റ സാഹചര്യങ്ങളിലേക്ക്, അശുദ്ധിയിലേക്ക് പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണേ, വിശുദ്ധീകരണമായിട്ട് വരണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരെ ശക്തിപ്പെടുത്തണേ, അനുദിനം ശക്തിപ്പെടുത്തണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ശക്തിയെ, അപ്പസ്തോലന്മാരിലേക്ക് വന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധയിലേക്ക് വന്ന പരിശുദ്ധാത്മാവേ, ഇറങ്ങണേ, ഇറങ്ങണേ.
ഇറങ്ങണേ. പരിശുദ്ധാത്മാവേ, 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 ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല കുടുംബങ്ങളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. യേശുനാമത്തിൽ സ്വർഗ്ഗം അയക്കുന്ന പരിശുദ്ധാത്മാവ് ഭവനങ്ങളിലേക്ക് കടന്നു വരട്ടെ, ദാമ്പത്യങ്ങളിലേക്ക് കടന്നു വരട്ടെ. എല്ലാ അശുദ്ധിയും മാറട്ടെ, വിശുദ്ധി വളരാൻ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനം ശക്തി പ്രാപിക്കട്ടെ. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാൻ, യേശുനാമത്തിന്റെ അഭിഷേകത്തിൽ ജീവിക്കാൻ ഈശോയെ എല്ലാ കുടുംബങ്ങളെയും ദാമ്പത്യങ്ങളെയും യുവതിവാക്കളെയും അനുഗ്രഹിക്കണേ. ഈശോയെ, ഈശോയെ പരിശുദ്ധ കത്തോലിക്ക സഭയെ ശക്തിപ്പെടുത്തണം. ലോകത്തിന് മുമ്പിൽ പ്രകാശമായിട്ട് മാറാൻ, സാക്ഷികളായിട്ട് മാറാൻ ഈശോയെ സഭാ സമൂഹത്തെ ഓരോ വ്യക്തിയെയും സഭയ്ക്ക് നൽകുന്ന ഓരോ വ്യക്തികളെ ശക്തിപ്പെടുത്തണം. ഈശോയെ, 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 ആഗ്രഹത്തോടെ ചേർന്ന് പാടിക്ക് അനേക പരിശുദ്ധാത്മാവേ. അണയുക പരിശുദ്ധാത്മാവേ, നിറയുക നിത്യസഹായകനേ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ അവികലമാകാൻ ജീവിതം. ഇത് കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ അശുദ്ധി നിറയുന്ന, അന്ധകാരം നിറയുന്ന, ബലഹീനത നിറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണം. പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് വരണം. ആഗ്രഹിച്ചേ, പ്രാർത്ഥിച്ചേ, ഇരു കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് ഹൃദയത്തിൽ പ്രകാരം പറഞ്ഞ് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് നിറയണം. ആഗ്രഹത്തോടെ കണ്ണുകളൊന്നടച്ച് ഈശോയുടെ മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് യേശുനാമത്തിൽ സ്വർഗ്ഗമയക്കുന്ന പരിശുദ്ധാത്മാ നിറയാൻ ആഗ്രഹിച്ച് ഇതെന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഈ ബലഹീനതയിലേക്ക് നീ നിറയും. പരിശുദ്ധാത്മാവേ എൻ്റെ ഈ അശുദ്ധിയുടെ സ്വാധീനങ്ങളിലേക്ക് നീ വരണം. പരിശുദ്ധാത്മാവേ എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിലേക്ക് നീ ഇറങ്ങി വരണം. ആഗ്രഹത്തോടെ ഒന്നോടെ പരിശുദ്ധാത്മ വിളിച്ച് അനേക പരിശുദ്ധ അണയുക പരിശുദ്ധാത്മാവേ, നിറയുക നിത്യസഹായകനേ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ അവികലമാകാൻ ജീവിതം. സ്വർഗമയക്കുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്വർഗീയരായിട്ട് മാറട്ടെ. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും